Welcome to XY's Malayali's channel. Don't forget to subscribe. ദിവസവും വർദ്ധിച്ചുവരുന്ന സ്വകാര്യ ആശുപത്രി ചിലവുകളും മെഡിക്കൽ ബില്ലുകളും സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാലഘട്ടമായി തീർന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സർക്കാർ നിരവധി സൗജന്യ ആരോഗ്യ പദ്ധതികളും ആശുപത്രി സേവനങ്ങളും പൊതുജനങ്ങൾക്കായി നൽകുന്നുണ്ട്. പക്ഷേ അതിന്റെ കാര്യമായ അവബോധമില്ലാത്തതുകൊണ്ട് നിരവധി പൗരന്മാർ ഈ സേവനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ വിട്ടുമാറുകയാണ് പതിവ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിനു ശേഷം ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുന്ന സൗജന്യ ചികിത്സകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച ഡോക്ടർമാരും വിദഗ്ധ ചികിത്സയും സൗജന്യ മരുന്നുകളും നൽകുന്ന സർക്കാർ ആശുപത്രികൾ പലപ്പോഴും തികച്ചും അവഗണിക്കപ്പെടുന്നു. പ്രധാന സേവനങ്ങൾ: ഔട്ട്പേഷ്യന്റിൽ ഡോക്ടറുടെ കൺസൾട്ട് സൗജന്യം, രക്തപരിശോധന, യൂറിൻ ടെസ്റ്റ്, എക്സ്റേ, CT സ്കാൻ മുതലായ കാര്യങ്ങൾ സൗജന്യമായി ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കുന്നു. എസെൻഷ്യൽ ഡ്രഗ്സ് ലിസ്റ്റിലുള്ള മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. പ്രസവ സേവനങ്ങൾ സൗജന്യമാണ്. പ്രസവം, പോസ്റ്റ്നാറ്റൽ കെയർ, ശിശു സംരക്ഷണം തുടങ്ങിയവ. ജനൌഷധി യോജന, ജാൻ ഔഷധി സ്കീം. പൊതുജനങ്ങൾക്ക് വില കുറഞ്ഞ ജനറിക് മരുന്നുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണിത്. ബ്രാൻഡഡ് മരുന്നുകളേക്കാൾ 50% മുതൽ 90% വരെ വിലക്കുറവുണ്ടായിരിക്കും. രാജ്യത്താകെ 9000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മാത്രം മതിയാകും. ആയുഷ്മാൻ ഭാരത് PMJAY, ആയുഷ്മാൻ ഭാരത് യോജന. 5 ലക്ഷം വരെ സൗജന്യ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് ലഭ്യമാണ്. ഇതിൽ ഹൃദയ ശസ്ത്രക്രിയ, കാൻസർ ചികിത്സ, ഡയാലിസിസ് പോലെയുള്ള വലിയ ചിലവ് കൂടിയ ചികിത്സകളും ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ 26,000 സ്വകാര്യ, സർക്കാർ ആശുപത്രികളിൽ ഇതിനുവേണ്ടി ഉപയോഗിക്കാം. ഇതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. റൂറൽ BPL കുടുംബങ്ങൾ സോഷ്യോ എക്കണോമിക് ക്രൈറ്റീരിയ അടിസ്ഥാനമാക്കിയാണ് ഇത് ലഭ്യമാക്കുന്നത്. മിഷൻ ഇന്ദ്രധനുഷ് സൗജന്യ വാക്സിനേഷൻ പദ്ധതി കുട്ടി ജനിച്ചതു മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമായുള്ള പൂർണ്ണമായ ഇമ്മ്യൂണൈസേഷൻ പദ്ധതി. TB, പോളിയോ, മീസൽസ്, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് B തുടങ്ങിയ രോഗങ്ങൾക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാവിധ സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും PHC ലഭ്യമാണ്. വയോജനാരോഗ്യ പദ്ധതികൾ, സീനിയർ സിറ്റിസൺ ഹെൽത്ത് സ്കീംസ്, നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി NPHCE, പ്രത്യേക ജെറിയാട്രിക്സ് ക്ലിനിക്കുകൾ, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, സൗജന്യ രക്തപരിശോധന, ഡോക്ടർ കൺസൾട്ടേഷൻ, ലാബ് ടെസ്റ്റുകൾ. വയോമെട്രം കേരള ഗവൺമെന്റ് പദ്ധതിയാണ്. 0.60 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ, ഹോം കെയർ സേവനം, ചികിത്സാ സഹായം തുടങ്ങിയവ. 108 ആംബുലൻസ് സേവനം, ഫ്രീ എമർജൻസി സർവീസ്. ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമായ ഈ സേവനം ആശുപത്രിയിലേക്ക് പെട്ടെന്നുള്ള ഗതാഗതം സൗജന്യമായി നൽകുന്നു. ഗർഭിണികൾക്കും അപകടബാധിതർക്കും തൽക്ഷണ പരിചരണ സൗകര്യം. ഡയൽ 108 ആംബുലൻസ് നിയറസ്റ്റ് ഹോസ്പിറ്റൽ. പ്രസവത്തിനും മാതൃത്വത്തിനും സർക്കാർ സഹായങ്ങൾ. ജനനി സുരക്ഷാ യോജന JSY, ഗർഭിണികൾക്ക് സാമ്പത്തിക സഹായം. പ്രധാൻ മന്ത്രി മട്രു വന്ദന യോജന PMMVY, ആദ്യത്തെ കുഞ്ഞിന് 5000 രൂപ വരെ മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഫ്രീ ഡെലിവറി സർവീസസ്, സർക്കാർ ആശുപത്രികളിൽ സേഫ് ഡെലിവറി. ആരോഗ്യ സേതു, അസഞ്ജീവനി, ABHA ഡിജിറ്റൽ ആരോഗ്യ സേവനങ്ങൾ. അസഞ്ജീവനി സൗജന്യ ഡോക്ടർ വീഡിയോ കൺസൾട്ടേഷൻ, ടെലിമെഡിസിൻ. ABHA ഹെൽത്ത് എയ്ഡ്, മെഡിക്കൽ റെക്കോർഡുകൾ ഓൺലൈനായി സൂക്ഷിക്കാം. ആരോഗ്യ സേതു ആപ്പ് കോവിഡ് കാലത്തെ ആരോഗ്യ പങ്കാളിത്ത പ്ലാറ്റ്ഫോം. ഉപസംഹാരം: നമുക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ അധികം ആളുകൾക്കും അറിവില്ലാത്തതുകൊണ്ടാണ് ഉപയോഗിക്കാതെ പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ സേവനങ്ങൾ ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇനി മുതൽ സർക്കാർ സേവനങ്ങൾക്ക് മുൻഗണന നൽകാം. ആരോഗ്യം ഒരു അവകാശമാണ്. അതിനായി താങ്ങായിരിക്കുന്നതാണ് നമ്മുടെ സർക്കാർ.
താങ്ക് യു ഫോർ വാച്ചിങ്. Hello, hey.